ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെന്താ ശ്യാമ മാഡത്തിന് പകരം പാടാൻ എന്നെ തന്നെ സെലക്ട് ചെയ്തത്? കഴിവ് തെളിയിച്ച എത്രയോ പാട്ടുകാരുണ്ട്, എന്നിട്ടും ആരും അല്ലാത്ത എന്നെ തെരഞ്ഞെടുത്തു. ഫിദ മാഡം പറഞ്ഞിട്ട് തന്നെയാവും, അല്ലാതെ ശ്യാമ മാഡത്തിന് എന്താ എന്നോട്? ഫിദ മാഡത്തിനൊന്ന് വിളിച്ചു നോക്കാം. മാഡം, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. സത്യമായിട്ടും അതാണ് അമ്മയും മകളും തമ്മിലുള്ള മനഃപൊരുത്തം. ഇപ്പൊ മനസ്സിലായില്ലേ? അല്ല, എന്തിനാ വിളിക്കാൻ പോയത്? ഒന്നുമില്ല, ശ്യാമ മാഡത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോ ശ്യാമ മാഡം പാടാൻ വേണ്ടി എന്തിനാ എന്നെ തെരഞ്ഞെടുത്തെന്ന് അത് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നില്ല. ഫിദ മാഡം ഒരുപാട് നിർബന്ധിച്ചോ? ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല, പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, മാഡം കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമ മാഡത്തിന് എന്നോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്ത് ബന്ധം? ശ്യാമ എപ്പോഴും പറയും, സംഗീതം ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പോലെ വേറൊന്നിനും പറ്റില്ലെന്ന്. ഓ, അങ്ങനെ. അല്ല, ഫിദ മാഡം തന്നെ ഇപ്പൊ വിളിച്ചേ? അത് ആ രജിസ്ട്രാർ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല. മോൾ ഇനി ഒരുപാട് ശ്രദ്ധിക്കണം. ഇനി ചതിയിലൊന്നും പോയി വീഴരുത് കേട്ടോ. ഞാനിനി പരിചയമില്ലാത്ത ഒരാളോട് പോലും സംസാരിക്കാൻ പോവില്ല എന്ന് തീരുമാനിച്ചിരിക്കുക. അല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തിനാ ഒരാൾ എന്റെ അമ്മയാന്ന് പറഞ്ഞു വരുന്നേ? എന്തിനാ എന്നെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലൊക്കെ പോകുന്നേ? ഞാൻ ഒപ്പിട്ട് കൊടുത്ത അവർക്ക് എങ്ങനെയാ സ്വത്ത് കിട്ടുക? മനുഷ്യർക്ക് ഇങ്ങനെയും വട്ടുണ്ടാവോ? അനാഥയായ എനിക്ക് സ്വത്ത്. ചില കാര്യങ്ങൾ മോൾ അറിയാനുണ്ട്. അതിന് സമയമാകുമ്പോ ഞാൻ തന്നെ പറയാം. അത് കൊള്ളാം. ഫിദ മാഡത്തിന് ഇക്കാര്യങ്ങളൊക്കെ അറിയോ? അറിയാന്നേ. അമ്മ മോളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. ഫിദ മാഡം പറഞ്ഞ എനിക്ക് വിശ്വാസം. അതെ, മോൾ അന്ന് പാടിയ പാട്ടില്ലേ, അത് അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഇപ്പോഴോ? എന്തേ? അല്ല, ഒന്നുമില്ല. ഞാനിവിടെ പുറത്ത് ഗാർഡനിൽ നിൽക്കായിരുന്നു. എനിക്ക് വട്ടാന്ന് വല്ലതും കരുതോ? ഒന്നുമില്ല, മോള് ധൈര്യമായിട്ട് പാടും.